എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് പേപ്പർ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ സോപ്പ് വെച്ചിട്ടാണ് പേപ്പർ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതുപോലത്തെ ഒരു സോപ്പ് എടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള സോപ്പ് എടുക്കാം. നല്ലപോലെ പതയുന്ന ടൈപ്പ് സോപ്പാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോപ്പ് വേണം, പിന്നെ ഒരു പാത്രം വേണം. ഈ ഒരു പാത്രത്തിലേക്ക് ഈ സോപ്പ് ഇങ്ങനെ കുറച്ച് ചിരണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് ചൂട് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ വെള്ളം കൂടി പോകാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ സോപ്പിനെ ഒന്ന് അലിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കുമ്പോൾ, മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് അലിഞ്ഞ് കിട്ടും. ഇനിയിപ്പം അലിഞ്ഞിട്ട് ഇത് വെള്ളം പോലെയാണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സോപ്പിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണുള്ളത്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വൈറ്റ് പാത്രത്തിൽ നിന്ന് ബ്ലാക്ക് പാത്രത്തിലേക്ക് ഇതിനെ മാറ്റിയത്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സോപ്പിൻ്റെ കഷ്ണമൊന്നും വേണ്ട. പകുതി സോപ്പോ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആകെ സോപ്പിൻ്റെ മേലെ നിന്ന് കുറച്ച് ഇങ്ങനെ ഒന്ന് ചിരണ്ടി എടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇത്രയും സോപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഒരു 4 ഷീറ്റോളം ഉണ്ടാക്കിയിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഹാൻഡ് വാഷിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടും. കുറച്ച് കട്ടിയിൽ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഈ സോപ്പിന് പകരമായിട്ട് ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ ഹാൻഡ് വാഷ് വെച്ചിട്ട് ചെയ്തെടുത്താലും മതിയാവും. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി ഇതൊരു പേപ്പറിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ സാധാരണ ഒരു പേപ്പറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിൽ എടുക്കാം, ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു പേപ്പറിലേക്ക് ഇത് മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിലല്ല, 2 സൈഡിലും നമ്മളിത് മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ കുറച്ച് കുട്ടികൾ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രേയ, ശ്രീവേദ്, രേഷ റോസ്, ഹായ, ഗൗരി ലക്ഷ്മി, ഹൈഫ, ഷബാന, മീന, ഇൽഫ, ജമീല, ബെനഫ്ഷ, സാദിയ, അന്നു, നിത ഫാത്തിമ, നിവേദ്യ, ഫിദ, നൗഷാദ്. ഇത്രയും പേർക്കൊരു വലിയ ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഒരു ഷീറ്റിൽ ചെയ്തിട്ട് ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ ഒരു പിങ്ക് ഷീറ്റിലും അതുപോലെ യെല്ലോയിലും ബാക്കി വരുന്നതൊക്കെ വേറെ കുറേ ഷീറ്റ്സിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ പേപ്പേഴ്സിലും ഈ ഒരു സോപ്പിൻ്റെ സൊല്യൂഷൻ അപ്ലൈ ചെയ്തിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ജെംസിൻ്റെ ബോക്സൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ജീരക മിഠായിയോ ജെംസിൻ്റെയൊക്കെ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ മിഠായിയുടെ ബോക്സ് ഉണ്ടാവില്ലേ, അങ്ങനത്തത് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതാകുമ്പോൾ വാട്ടർ പ്രൂഫ് ആയിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞിട്ട് ഞാനിപ്പോൾ പേപ്പർ സോപ്പ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ ഉണ്ടാക്കിയ പേപ്പേഴ്സിനെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വൈറ്റ് പേപ്പർ ഉണ്ടാക്കിയതിന് നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റെക്റ്റാങ്കിൾ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാറ്റിനെയും കൂടെ ഒരുമിച്ചൊന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പേപ്പറിൽ സെല്ലോ ടേപ്പ് 2 സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ പേപ്പർ സോപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബുക്കിൻ്റെ ഫോമിലും ആക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ടും വെക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വാട്ടർ പ്രൂഫ് ആയിരിക്കും. അപ്പം ഇതാണ് 2 ടൈപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന്
ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്, കൈ നനയ്ക്കുക, എന്നിട്ട് ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് സോപ്പ് ഇങ്ങനെ പതയുന്നത് കാണാൻ പറ്റും. അപ്പം ഇത് നല്ലപോലെ വർക്ക് ചെയ്യും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.